സിനിമയിൽ എന്തുകൊണ്ടാണ് അത് പ്രാവർത്തികമാവാത്തത്? ആരാണ് പറഞ്ഞു വിടുന്നത്? ഇത് ഉപയോഗിച്ചിട്ട് ഒരിക്കലുമില്ല. കാരണം 70% പുറത്താണ് ഉപയോഗിക്കുന്ന ആൾക്കാർ. IT ഫീൽഡിലുണ്ട്, ഇത് അറിയുന്നില്ല. ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഇതിന് സ്മെല്ലൊന്നും ഇല്ലല്ലോ. അല്ല, പക്ഷെ ഒരുവിധം നമുക്കിപ്പോ ഒരു ഡ്രഗ് അത്യാവശ്യം എന്റെ മേഖലയെ കുറിച്ച് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അല്ലാതുള്ള ഓഫീസേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്താണ് കൂടുതൽ. കോളേജ്, സ്കൂൾ തലങ്ങളിൽ കുട്ടികൾ 70% യുവാക്കൾ ഇതിന് അഡിക്റ്റ് ആണെന്ന് പറയുന്നു. അപ്പോൾ ഒരു കലാകാരനെ, ഒരു നടനെയോ പിടിച്ചകത്തിട്ടുകൊണ്ട് ഇത് ഇല്ലാണ്ടാവില്ല. ഒരു കഴിവുള്ള ആളെ ഇല്ലാണ്ടാക്കാന്നുള്ളൂ. അപ്പൊ ഗവൺമെന്റ് ആണത് വേരോടെ പിഴുതു കളയേണ്ടത്. അതിന് നമ്മുടെ ജോലിയല്ല. നമ്മളന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഞാനത് പിന്നെ എല്ലാ ദിവസവും ഇരുന്ന് പറയാറില്ല, റിപ്പീറ്റ് ചെയ്യാറില്ല. വളവളാന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ചാനലിൽ വന്നിട്ട് ഈ പബ്ലിസിറ്റിക്കോ അല്ലെങ്കിൽ എക്സിബിഷനിസോ ഒന്നുമില്ല. എനിക്ക് പറയേണ്ട ആൾക്കാരത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ രീതിയിൽ പോകുന്നുണ്ട്. ഇത് നോക്കേണ്ടത് പോലീസും എക്സൈസാണ്, അല്ലാതെ നമ്മളല്ല. ഇപ്പൊ അൻസിബ് പറഞ്ഞ പോലെ നമ്മളിതൊന്നുമല്ല, നിയമം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരല്ല നമ്മൾ. പക്ഷെ സംഘടനയിൽ, സമിതികളിൽ നമ്മളുണ്ടെന്നുള്ളൂ. അപ്പോൾ പ്രൈവറ്റ് ഇത് അവനവൻ വിചാരിച്ചാലേ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പം മഞ്ജുവിൻ്റെ അടുത്ത് ഞാൻ പറയുന്നു പൊറോട്ട ഉച്ചക്ക് കഴിക്കണ്ടട്ടോ, അത് ഹെൽത്തിന് ചിലപ്പോൾ ബാധിക്കും എന്ന് പറഞ്ഞാൽ ആ മഞ്ജുവിന് ഇഷ്ടമാണെങ്കിൽ മഞ്ജു പോയി കഴിക്കും, അത് അവനവൻ്റെ ഇഷ്ടമാണത്. അല്ലാണ്ട് നമുക്ക് ഫോഴ്സ് ചെയ്തിട്ട് അതൊന്നും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ചോദിച്ചത് ടിൻചേട്ടന് മനസ്സിലായത്, ഇപ്പം ഞാനിപ്പോൾ ഒരു ആങ്കറാണ്, ഐ എം ഡൂയിങ് മൈ വർക്ക്. ഈ വർക്ക് അവേഴ്സിൽ ഇപ്പം എൻ്റെ ടീമിന് ഫീൽ ചെയ്യാൻ ആള് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിലോ, അങ്ങനെയാണെങ്കിലും അത് ശരിയാവില്ലല്ലോ. കാരണം ഒരു ജോലി എന്ന് പറയുന്നത് നമുക്ക് കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞത് ഇപ്പൊ വ്യക്തിനെ പറഞ്ഞു ഷൈൻ ടോമിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് അമ്മയുടെ ഓഫീസിൽ വന്നിട്ടില്ല. വർക്കിന് വന്നിട്ടുണ്ടോ? വർക്കിന്റെ കാര്യത്തിൽ വന്നിട്ടില്ല. ഒരു കൃത്യസമയത്ത് വന്നിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഇതൊന്നും വന്നിട്ടില്ല. അയാള് ഉപയോഗിക്കുന്ന അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിന് നമുക്ക് ഇടപെടാൻ പറ്റില്ല. എന്റെ പേരിൽ ഒരു ടോം ഉണ്ടെന്ന് കരുതിയിട്ട് എനിക്ക് അവിടെ പോയിട്ട് ഷൈൻ ടോമാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇത് വെച്ചിട്ട് മാത്രമല്ല ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്റെ വർക്ക് അവേഴ്സിൽ അങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ എന്റെ ടീം ഹാസ് എ പവർ പരാതി കൊടുക്കാൻ. അയാൾ ഉപയോഗിച്ചിട്ടുണ്ടോന്ന് അറിയാൻ പറ്റില്ല, കംപ്ലൈന്റ്സ് ഇല്ല, കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? പക്ഷെ ഇപ്പോഴാണല്ലോ ഒരു പരാതി വന്നത് അല്ലേ? അപ്പൊ അതിനെ കുറിച്ച് ഇവർ അന്വേഷിച്ചോട്ടെ. അല്ല, ഇപ്പൊ ഇത് വന്നതിന് ശേഷം ഇപ്പൊ ഒരുപാട് ആക്ടേഴ്സിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ. ഇപ്പം വെളുപ്പിന് 3 മണിക്കൊക്കെ ഡ്രഗ്സ് ചോദിച്ച് ഡ്രഗ്സ് ഉണ്ടെങ്കിലേ അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഇൻസിഡൻസ് നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ അത് വ്യക്തിപരമായിട്ട് നടന്നില്ല. അത് അവരുടെ ഭാഗം കൂടി നമ്മൾ കേൾക്കണ്ടേ. ഇത് ശരിയാണോ ചോദിച്ചത്? ഇപ്പൊ വ്യക്തി വൈരാഗ്യം വെച്ച് എന്തും വേണമെങ്കിൽ പറയാല്ല. ഇപ്പൊ എന്നെ കുറിച്ച് ഞാൻ പുറത്തിറങ്ങുമ്പോൾ അവൻ കഞ്ഞാവാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ ഞാൻ തെളിയിക്കണ്ടേ? ഒരു സ്ത്രീ എന്നെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ജെൻഡറിനെ ബേസ് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്, ഞാൻ തെളിയിക്കണ്ടേ? മനസ്സിലായി. അപ്പൊ അതിന് കുറെ തെളിവുകളോടെ മുന്നിൽ ഒരു കംപ്ലൈന്റ് വന്നാൽ അത് തെളിവുകളോടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അതിനൊരു ആക്ഷൻ എടുക്കാൻ അതിന് പ്രോസസ് ഉണ്ടെന്ന് കുറെ. അപ്പോഴേക്ക് സമയം കൊടുക്കും, അപ്പോഴേക്കും എന്റെ പേരൊക്കെ ചീത്തയിട്ടുണ്ടാവും. മനസ്സിലായി. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയാറുണ്ട്, ഇത്രയും നാൾ ഇപ്പൊ ഞാൻ 7ാമത്തെ വർഷമാണ് അമ്മയിൽ ഇരിക്കുന്നത്. ഒരു ഗുഡ് വില്ലുള്ളതുകൊണ്ടാണല്ലോ എന്നെ ഇരുത്തുന്നത്. അല്ലെങ്കിൽ ദുസ്വഭാവമോ അല്ലെങ്കിൽ ദുശീലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇരുത്തൂല്ലോ. ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന ഒരു സഭയല്ലേ അത്. അതെ.